എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഏത് ഭാഷ പഠിച്ചെടുക്കണമെങ്കിലും നമുക്ക് ആ ഭാഷയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വാക്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് വാക്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ വാക്യമാണ് ബഹുത് ജൽദി. എന്താണ് ബഹുത് ജൽദി? ബഹുത് ജൽദി. ബഹുത് ജൽദി എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്നർത്ഥം. എന്താണ് എത്രയും പെട്ടെന്ന്? ബഹുത് ജൽദി. ഇപ്പം ഞാൻ പറയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ വരൂ, എത്രയും പെട്ടെന്ന് ഇവിടെ വരൂ എന്ന് പറയാം. ബഹുത് ജൽദി യഹാ ആവോ. യഹാ ആവോ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ എന്നല്ലേ. അപ്പോൾ ഇത് പറയാം ബഹുത് ജൽദി യഹാ ആവോ, എത്രയും പെട്ടെന്ന് ഇവിടെ വരൂ, എത്രയും പെട്ടെന്ന് ഇവിടെ വരൂ. ഇനി നമ്മുടെ രണ്ടാമത്തെ വാക്യമാണ് എന്താണ്? ധ്യാൻ സെ. എന്താണ് ധ്യാൻ സെ? ധ്യാൻ സെ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ, ശ്രദ്ധയോടെ, ശ്രദ്ധയോടെ ചെയ്യൂ എന്ന് പറയണം. ശ്രദ്ധയോടെ ചെയ്യൂ. എങ്ങനെ പറയാം? എന്ന് പറയാം ധ്യാൻ സെ കരോ. ധ്യാൻ സെ കരോ എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ ചെയ്യൂ എന്ന്. നമ്മുടെ മൂന്നാമതാണ് ധീരെ ധീരെ. ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ്. ആരാംസെ, ആരാംസെ എന്നും പറയാം, ആരാംസെ എന്നും പറയാം. ധീരെ ധീരെ, ധീരെ ധീരെ, ധീരെ ധീരെ ഒരു ഇതുണ്ടല്ലോ പാട്ട്, ധീരെ ധീരെ സെ. ഓക്കെ, അപ്പൊ ധീരെ ധീരെ എന്ന് പറഞ്ഞാൽ പതുക്കെ. ധീരെ ധീരെ കരോ, ധീരെ ധീരെ ആവോ, ധീരെ ധീരെ കാവോ. ഉണ്ടോ? എങ്ങനെ പറയും? ഓക്കെ, ഇനി അടുത്താണ് സാഫ് സാഫ്. സാഫ് സാഫ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറോട് കൂടി, വളരെ ക്ലിയർ ആയിട്ട്. സാഫ് സാഫ് എന്ന് പറഞ്ഞാൽ ഭംഗിയോടെ. ഞാൻ പറയാണ് നല്ല രീതിയിൽ ഭംഗിയോടെ എഴുതൂ എന്ന് പറയണം. സാഫ് സാഫ് ലിഖോ, സാഫ് സാഫ് ലിഖോ. ഇനി അടുത്താണ് കബി കബി. കബി കബി എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും. ഞാൻ അവിടെ എപ്പോഴെങ്കിലൊക്കെ പോകാറുണ്ട്, ഞാൻ അവിടെ എപ്പോഴെങ്കിലൊക്കെ പോകാറുണ്ട്. മേ വഹാ കബി കബി ജാത്താ ഹൂം, മേ വഹാ കബി കബി ജാത്താ ഹൂം. അവൻ എപ്പോഴെങ്കിലൊക്കെ ഇവിടെ വരാറുണ്ട്. വോ കബി കബി യഹാ ആത്താ ഹൈ, വോ കബി കബി യഹാ ആത്താ ഹൈ. ഓക്കെ, ഇനി അടുത്താണ് ജോർസെ. ജോർസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കെ അല്ലെങ്കിൽ ശബ്ദത്തോടെ. ഞാൻ പറയാണ് ഉറക്കെ പറയൂ, ഉറക്കെ പറയൂ. ജോർസെ ബോലോ, ജോർസെ ബോലോ, ജോർസെ ബോലോ. ഉറക്കെ പാടൂ. ജോർസെ ഗാവോ, ഗാവോ എന്നല്ല ഗാവോ. ജോർസെ ഗാവോ, ജോർസെ ബോലോ. അതുപോലെ തന്നെ ഉറക്കെ വായിക്കൂ എന്ന് പറയണം. ഉറക്കെ വായിക്കൂ. ജോർസെ പഠോ, ജോർസെ പഠോ. ഇനി അടുത്താണ് ബിൽക്കുൽ. ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും. ബിൽക്കുൽ. നിങ്ങളോട് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, അപ്പം നിങ്ങൾ പറയണം ആ ബിൽക്കുൽ ബിൽക്കുൽ ബിൽക്കുൽ. ബിൽക്കുൽ എന്നാൽ ഉറപ്പായിട്ടും. ബിൽക്കുൽ മേ കരൂങ്ക, ബിൽക്കുൽ മേ കരൂങ്ക, ഉറപ്പായിട്ടും ചെയ്യുന്ന അർത്ഥം. ഇനി അടുത്താണ് കബി നെയ്. കബി നെയ് എന്ന് പറഞ്ഞാൽ, കബി നെയ് എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. കബി നെയ്, കബി നെയ്. മേ യേ കാം കബി നെയ് കരൂങ്ക, കബി നെയ്, കബി നെയ് കരൂങ്ക. മേ വഹാ കബി നെയ് ജാവുങ്ക, ഞാൻ അവിടെ ഒരിക്കലും പോകില്ല, ഞാൻ അവിടെ ഒരിക്കലും പോകില്ല. ഇനി അടുത്താണ് കബീബി. കബീബി, കബീബി എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും. കബീബി, കബീബി. ഹബീബി എന്നല്ല കേട്ടോ, ഹബീബി എന്നല്ല, കബീബി. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം. ആപ് കബീബി യഹാ ആ സക്തേ ഹോ, ആപ് കബീബി യഹാ ആ സക്തേ ഹോ. कोई दिक्कत नहीं है, कोई प्रॉब्लम, कोई दिक्कत नहीं है. आप कभी भी यहाँ आ सकते हो. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാൻ കഴിയും. ഇനി അടുത്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഏതാണ്? പൂരി തരേസെ. പൂരി തരേസെ എന്ന് പറഞ്ഞാൽ മുഴുവനായും. പൂരി തരേസെ. ഓക്കെ, പൂരി തരേസെ എന്ന് പറഞ്ഞാൽ മുഴുവനായും എന്നാണ്. മുഴുവനായി അല്ലെങ്കിൽ മുഴുവനായും. പൂരി തരേസെ കാവോ, പൂരി തരേസെ കരോ എന്ന് പറയാം. മുഴുവനായും ചെയ്യൂ എന്നൊക്കെ പറയാം. ഇനി അടുത്താണ് മുझे लगता है. മുझे लगता है എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അർത്ഥം. എനിക്ക് തോന്നുന്നു. मुझे लगता है, मुझे लगता है कि आप एक अच्छे टीचर हो. ओके, मुझे लगता है. ഇനി അടുത്താണ് गलत तरीके से. गलत तरीके से, गलत तरीके से. गलत तरीके से എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ രീതിയിൽ. ഞാൻ പറയാണ് തെറ്റായ രീതിയിൽ ചെയ്യല്ലേ, തെറ്റായ രീതിയിൽ ചെയ്യല്ലേ എന്ന് പറയുമ്പോൾ ഗലത് തരീക്കെ സെ മത് കരോ, ഗലത് തരീക്കെ സെ മത് കരോ. തെറ്റായ രീതിയിൽ വായിക്കല്ലേ, തെറ്റായ രീതിയിൽ വായിക്കല്ലേ. ഗലത് തരീക്കെ സെ മത് പഠോ, തെറ്റായ രീതിയിൽ എഴുതല്ലേ,
ഗലത് തരീഖെ മത് ലിഖോ. ഓക്കെ, മത് ലിഖോ. ഇനി അടുത്താണ് അച്ഛേ തരീഖെ. അച്ഛേ തരീഖെ. അച്ഛേ തരീഖെ എന്ന് പറയുന്നതാണ് നല്ല രീതിയിൽ. എന്താണ്? നല്ല രീതിയിൽ. അപ്പം ഞാൻ പറയുന്നത് നല്ല രീതിയിൽ വായിക്കൂ, നല്ല രീതിയിൽ വായിക്കൂ. അച്ഛേ തരീഖെ പഠോ, നല്ല രീതിയിൽ എഴുതൂ. അച്ഛേ തരീഖെ ലിഖോ, നല്ല രീതിയിൽ ചെയ്യൂ. അച്ഛേ തരീഖെ കരോ. ഓക്കെ, ഇനി അടുത്താണ് സഹി തരീഖെ. അച്ഛേ തരീഖെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ, അല്ലേ? സഹി തരീഖെ എന്ന് പറഞ്ഞല്ലോ, സഹി തരീഖെ എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ രീതിയിൽ, ശരിയായ രീതിയിൽ. അപ്പം ഞാൻ പറയുന്നത് ശരിയായ രീതിയിൽ വായിക്കൂ, ശരിയായ രീതിയിൽ വായിക്കൂ എന്ന് പറയാം. സഹി തരീഖെ പഠോ, സഹി തരീഖെ ലിഖോ, സഹി തരീഖെ കരോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വാക്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലുവൻസിയോട് കൂടി ഹിന്ദി നമുക്ക് പഠിച്ചെടുക്കാനും സംസാരിക്കാനും കഴിയും. അപ്പോൾ ഇന്നെന്താ ചെയ്യേണ്ടത്? ഇത് ഒരുപാട് തവണ, ഒരു 3 ഒരുപാടല്ല, ഒരു 4-5 തവണ വായിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യാം, ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുക. ഓക്കെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. आपको बहुत बहुत धन्यवाद.